എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ സിമ്പിൾ വന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണ്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. കൂടെ നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യുക. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റ് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. വേവിച്ചെടുത്ത ആ വെള്ളത്തോട് കൂടി തന്നെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 7 ഈന്തപ്പഴം അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ടൊന്ന് എടുത്തിട്ടുള്ളതാണ്. ഈന്തപ്പഴം എടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈന്തപ്പഴം എടുക്കുക. കുറച്ച് കട്ടിയായിട്ടുള്ള ഈന്തപ്പഴമാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളത്തിൽ കുറച്ച് നേരം ഒന്ന് സോക്ക് ചെയ്യാൻ വെച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടും. ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഈന്തപ്പഴം ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ്. ഈന്തപ്പഴത്തിന് അത്യാവശ്യം മധുരം ഉള്ളതാണ്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം പഞ്ചസാര ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത ശേഷം നമുക്ക് എത്രത്തോളം ലൂസായിട്ട് ഈ ജ്യൂസ് വേണോ അതിനനുസരിച്ചിട്ട് നല്ല തണുത്തിട്ടുള്ള പാല് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുത്ത ശേഷം നമുക്ക് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ ഹെൽത്തി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയൊരു ജ്യൂസാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യാനും കൂടെ നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.